മരണപ്പെട്ട ശില്പി അനിൽ സേവ്യറിനെ പ്രചോദനമാക്കി സുഹൃത്തുക്കളും ബന്ധുക്കളും മരണാനന്തരം ശരീരം ദാനം ചെയ്യും. സംവിധായകൻ ചിദംബരം അടക്കം 34 പേരാണ് സ്വന്തം ശരീരം മരണശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടുനൽകുന്നത്. ഓഗസ്റ്റ് 15-നാണ് ശില്പിയായ അനിൽ സേവ്യർ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറിയിരുന്നു. ഇപ്പോൾ അതേ മാതൃക പിന്തുടർന്ന് അനിലിന്റെ കുടുംബവും സുഹൃത്തുക്കളും അടങ്ങുന്ന 34 പേരാണ് മരണശേഷം ശരീരം മെഡിക്കൽ പഠനത്തിന് വിട്ടുനൽകാൻ തീരുമാനിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം പേർ ശരീരം മെഡിക്കൽ പഠനത്തിന് വിട്ടുനൽകുന്നത്. നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു 24 പേരാണ് ഭൗതിക ശരീരം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് അനിലിൻ്റെ ഒരു മാതൃകയിൽ. പക്ഷേ പിന്നീട് നമ്മൾ വേദിയിലേക്ക് വരുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരു സമയം എത്തുമ്പോൾ ഒരു 32 പേരോളമായി അത് വലുതായി. ഇത് ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ സുഹൃത്തിനോടുള്ള ഒരു ആദരവിൻ്റെ ഒരു സൂചകം കൂടി ആണത്. അങ്കമാലി ഓഡിറ്റോറിയത്തിൽ നടന്ന അനിൽ അനുസ്മരണ ചടങ്ങിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിന് സമ്മതപത്രം കൈമാറി. അനിലിന്റെ സഹപാഠിയായിരുന്ന രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുലയുടെയും അനിലിന്റെ അമ്മ അൽഫോൻസ സേവ്യറിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ശരീരദാന സമ്മതപത്രം കൈമാറിയത്. കൈരളി ന്യൂസ്, കൊച്ചി.